ഹലോ, ഹായ് പറയും. കുറേ നാളായി ഞങ്ങളൊരു ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ ഇന്നും മടി കാരണം ലോങ് വീഡിയോ ഒന്നും ഇടയില്ല, ഷോർട്സ് ഇങ്ങനെ ഇടും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം. ഇന്ന് ഇപ്പോൾ രാവിലെ സമയം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് നീച്ചത്, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി കുറേ പണികളൊക്കെ ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വീഡിയോ എടുക്കാതിൽ ഇങ്ങനെ ഇരുന്നത്. പിന്നെ എന്താ, അപ്പോൾ ചാർജൊക്കെ വെക്കട്ടെ, ഫോണിൽ ചാർജില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ചായയും കടിയൊക്കെ ഉണ്ടാക്കിട്ടോ. പുട്ടും ചെറുപയറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മെയിനായിട്ട് ഫോണിൽ ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫോൺ ഞാൻ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. ഇവിടെ ജിനു മീനുട്ടിയൊക്കെ ഒരുപാട് നേരം വൈകിട്ടാണ് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സ്കൂളില്ലെങ്കിൽ പിന്നെ എങ്ങനെ തന്നെ അവരെ എണീക്കലൊക്കെ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഓലേ സ്ഥിതി. പിന്നെ ഞാനും വിളിക്കാൻ പോകില്ല, സ്കൂളില്ലാത്തപ്പോഴുള്ളല്ലോ ഓൾക്കൊന്ന് കിടക്കാൻ പറ്റുക. സ്കൂളുണ്ടെങ്കിൽ നേരത്തെ നീക്കണ്ടേ. ഇവിടെ പുട്ടുണ്ടാക്കിയ പിന്നെ വിധുവിനാണെങ്കിൽ പുട്ടിന് കറിയൊന്നും പറ്റില്ല. അയ്യേ, എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? കോഴിനെ ചങ്ക് പിടിച്ച സൗണ്ടല്ലേ എൻ്റെ സൗണ്ട്. ചായ കുടിച്ചത് ഓർമ്മ ഉണ്ട് കേട്ടോ. പിന്നെ വയറുവേദന കേട്ടോ. എന്താ ചെയ്യാന്നറിയില്ല. ജിനു കുറേ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചുട്ടുന്ന് ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കഴിച്ചപ്പോൾ സുഖമായി. അതിൻ്റെ ഇടയ്ക്ക് വിധുവിന് കുറച്ച് റംബൂട്ടാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓളെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് കൊടുന്നു കൊടുത്തിരുന്നു. അവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. നല്ല മധുരമായിരുന്നു കേട്ടോ. ഏതായാലും ഞാനും 2 എണ്ണം കഴിച്ചു കേട്ടോ. കുട്ടികളൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് വീണ്ടും വയറുവേദന. ഞാൻ കുറേ സമയം പിന്നെ കടക്കന്നെയായിരുന്നു. ചോറും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജിനു ഏതായാലും ചോറൊക്കെ വെച്ച് റെഡിയാക്കി. അവൾ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ചൂടുവെള്ളമൊക്കെ ഇങ്ങനെ കൊടുന്നു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ വിളിച്ചു കേട്ടോ, ഹോസ്പിറ്റലിൽ പോവുക എണീക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിച്ചു. ഈ വീഡിയോ ഒക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എടുത്ത വീഡിയോ കേട്ടോ. ഈ മീനുട്ടിക്കാണെങ്കിൽ എത്ര മുടി വെട്ടിയാലും മതിയാവില്ല കേട്ടോ. അവൾക്ക് മുടിയേ ഇഷ്ടമല്ല. എനിക്ക് മുടിയില്ലാതെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മുടി വെട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെട്ടാം, സാവധാനം വെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടോ ഞാൻ. കുട്ടികളെന്നോട് ഇങ്ങനെ പറയുന്നുട്ടോ, എത്ര വയ്യെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ എടുക്കും ഇതൊക്കെയാണ്. വയറുവേദനയൊക്കെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ജിനു ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചെറുതായിട്ട് കറിയൊക്കെ ഉണ്ടാക്കി. മീനുട്ടിക്ക് എൻ്റെ കറിയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ താളിപ്പും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പപ്പടമൊക്കെ ഉണ്ടാക്കി. ഓൾക്കതൊന്നും പറ്റിയിട്ടില്ല. ഓൾക്ക് തക്കാളി ചോറ് ഉണ്ടാക്കുക കേട്ടോ. ഓളങ്ങനെയാണ്. ഓൾക്ക് ഇഷ്ടപ്പെട്ട കറി ഇല്ലെങ്കിൽ ഓൾ തക്കാളി ചോറോ സോയാബീൻ ചോറോ അല്ലെങ്കിൽ മുട്ടച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. പല ഐറ്റംസും ഉണ്ട് ഓളെടുത്ത്. ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ റെസിപ്പികളൊക്കെ പരീക്ഷിക്കും. ചോറിന് കിട്ടി ഞങ്ങൾ എല്ലാവരും അവിടെ കുറേ നേരം കടന്നു കേട്ടോ. പിന്നെ അത് വൈകുന്നേരം എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ ജിനു അവിടെ ചമ്മന്തി ഇറക്കിയാട്ടോ. അതിൻ്റെ സൗണ്ട് ആയിട്ട് ഞങ്ങൾ കേൾക്കണത്. എന്നിട്ട് പിന്നെ ഞാൻ ഉണ്ണിയപ്പത്തിനില്ലേ മാവൊക്കെ കൂട്ടി വെച്ചിട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തപ്പോഴേക്ക് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വേഗം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇല്ലാത്ത ദിവസം അങ്ങനെ കേട്ടോ. എൻ്റെ കൂടെ കൂടുമല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണവർക്ക്. നൂഡിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്നെ പോയി മേടിച്ചു കൊടുത്തിട്ട് അവരെന്നെ ഉണ്ടാക്കും കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് അറിയില്ലല്ലോ. വിധു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നു കേട്ടോ. ഓൾക്ക് ഈ അപ്പം ഇഷ്ടമല്ല, ഓൾക്ക് പഴംപൊരിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ചായ കുടിക്കാൻ പോയാലും ഓള് തിരഞ്ഞാലും ഓള് പഴംപൊരി ആയിട്ടാണ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ കൂട്ടം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോ വരുന്നതിൻ്റെ മുന്നത്തെ വീഡിയോ കേട്ടോ. ഓനങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുമൊന്നുമില്ല, എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും. വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. ഫോണ് കിട്ടിയാൽ മതിയിട്ട് ആൾക്ക് അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിളക്ക് വയ്ക്കാനാകുമ്പോഴേക്കിനും അടിച്ചു വാരാനും ഒക്കെ നിന്നിട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ തുടച്ചിട്ടും ഉണ്ടായിരുന്നില്ല. രാവിലത്തെ ഓരോ തിരക്ക് കാരണം തുടച്ചിട്ടുണ്ടായില്ല. പിന്നെ അടിച്ചു വാരി കൊടുക്കാൻ തുടച്ചോ വേഗം എന്നൊക്കെ പറയുന്നു ജിനുവിനോട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിധുവിനെ മേലൊക്കെ കഴുകിച്ച് കൊടുന്നു കേട്ടോ. വിധു ഇപ്പോൾ ഒറ്റയ്ക്ക് മേലൊക്കെ കഴുകിട്ടു. പക്ഷേ എനിക്കാണ് തൃപ്തിയാവില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്തത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോവുന്നു കേട്ടോ പുറത്തേക്ക്. ഞാൻ പിന്നെ ഒരു പൈപ്പൊക്കെ ഇട്ട് അതൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടു. അപ്പോഴേക്കും എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല മത്തി. അതും നല്ല പനഞ്ഞില്ല മത്തി. അത് പറയുന്നു കേട്ടോ ഞാൻ ജിനുവിനോട്. വിധുവിനാണ് ഈ പനഞ്ഞ് നല്ല ഇഷ്ടം കേട്ടോ. ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വേറെ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. മീനിൻ്റെ പഞ്ഞി കിട്ടിയാൽ പിന്നെ ഒരാൾക്കും ഓൾ കൊടുക്കൂല കേട്ടോ. മീനുട്ടിക്കാണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷെ കൊടുക്കണ്ടേ വേണ്ടേ. കുറച്ച് മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മസാലയും പുളിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിധുവിനാണെങ്കിൽ ഇന്ന് എന്തും പണ്ടൂലാത്തൊരുറക്കം വരവ് കേട്ടോ. അതങ്ങനെയാണ്. പഠിക്കാതിരുന്നാൽ പിന്നെ ഉറക്കം വരവും വയറുവേദനയും വെള്ളം കുടിക്കാൻ ദാഹിക്കലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വേഗം ചോറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നേരത്തെ പഠനവും എഴുത്തൊക്കെ കഴിഞ്ഞ് വേഗം ചോറുണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഫുട്ബോളിൻ്റെ കാലമല്ലേ, ഓൾക്ക് രാത്രി കളി കാണണം.
കുറേ സമയം ഉണ്ടാവും കളി. അതൊക്കെ കണ്ടിരുന്നിട്ടേ കിടക്കുള്ളൂ. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകാലോ, അതൊക്കെ കഴുകി വെച്ചൊക്കെ റെഡിയാക്കി സെറ്റാക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.